ഖുർആൻ മനഃപ്പാഠമാക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഹിഫ്ദുൽ ഖുർആനുമായി ബന്ധപ്പെട്ട് ഈ മഹാസ്ഥാപനം പുതിയ പദ്ധതികൾ ആരംഭിക്കുമ്പോൾ എന്തുകൊണ്ടും എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളോട് സംസാരിക്കേണ്ട വിഷയം പരിശുദ്ധ ഖുർആനും നമ്മുടെ ജീവിതവും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നൽകിയ നാം എത്രത്തോളം ആ ഖുർആനിൻ്റെ വിലയും അതിൻ്റെ മൂല്യവും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന ചിന്തയും വിചിന്തനവും നാം ഒന്ന് നടത്തുന്നത് നല്ലതാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നാമാണ് ഈ സ്മരണയെ ഇറക്കിയവൻ, നാമാണ് ഈ ദിക്റിനെ, ഈ പരിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചവൻ. വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അതിൽ നിന്നൊരു ഇതള് പോലും നഷ്ടപ്പെട്ടു പോകാതെ, വാക്ക് പോലും നഷ്ടപ്പെട്ടു പോകാതെ, ആയത്ത് പോലും നഷ്ടപ്പെട്ടു പോകാതെ, വള്ളി പുള്ളി തെറ്റാതെ, ആശയാദർശങ്ങൾക്ക് മാറ്റം വരാതെ അന്ത്യനാൾ വരെ അതിനെ നിലനിർത്തുക എന്നത്, അതിനെ സംരക്ഷിക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ്, എൻ്റെ ബാധ്യതയാണ്. ഞാനത് ഏറ്റെടുത്തിരിക്കുന്നു. അള്ളാഹുവിൻ്റെ വാക്കാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്ത് കോടിക്കണക്കിന് ഹാഫിദുകൾ ഉണ്ടെന്നാണ്. 1, 2, 1000, ലക്ഷവുമല്ല, കോടിക്കണക്കിന് ഹാഫിദുകൾ ലോകത്തുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഫാത്തിഹ തൊട്ട് നാസ് വരെ വള്ളി പുള്ളി തെറ്റാതെ പാരായണം ചെയ്യാൻ അറിയുന്ന കോടിക്കണക്കിന് മനുഷ്യർ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണം നിലനിർത്തുന്നത് ഗ്രന്ഥങ്ങളിലൂടെയോ കടലാസുകളിലൂടെയോ മഷികളിലൂടെയോ മനുഷ്യൻ കണ്ടെത്തിയ സാങ്കേതികതകളിലൂടെയോ അല്ല, മറിച്ച് മനുഷ്യരുള്ള കാലം വരെ നിലനിൽക്കുന്ന മനുഷ്യന്റെ മസ്തിഷ്കത്തിലൂടെയും അവന്റെ ഹൃദയത്തിലൂടെയുമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണം നടപ്പാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ പദ്ധതി നമ്മുടെ നാട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും അതിനേക്കാൾ വലിയ ഒരു വസ്തുത മറ്റെന്താണ് വേണ്ടത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ലോകത്ത് എത്ര മതങ്ങളുണ്ട്, ഏതെല്ലാം ഭാഷയിൽ എത്ര വേദഗ്രന്ഥങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്, അതിനെല്ലാം എത്രയായിരം അനുയായികൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ബൈബിൾ അവതരിച്ച ഹിബ്രു ഭാഷയിലോ യെരമ്യ ഭാഷയിലോ ബൈബിളിന്റെ വചനങ്ങൾ പറയാൻ കഴിയുന്ന അതിൻ്റെ എത്ര അനുയായികൾ ലോകത്തുണ്ടാവും? വേദഗ്രന്ഥങ്ങളുടെ അനുയായികളായ നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് അതിലെത്ര ആളുകൾക്ക് അതിലെ ശ്ലോകങ്ങൾ കൃത്യമായി സംസ്കൃതത്തിൽ പറയാൻ കഴിയും, ചൊല്ലാൻ കഴിയും? എന്നാൽ ഈ സദസ്സിലൂടെ തലങ്ങും വിലങ്ങും നടക്കുന്ന 3 വയസ്സും 4 വയസ്സും 5 വയസ്സുമുള്ള പിഞ്ചു പൈതങ്ങളുണ്ട് ഇവിടെ. അവരൊന്ന് അടുത്തേക്ക് വിളിച്ചിട്ട് വാത്സല്യത്തോടെ അവർക്ക് നമ്മൾ ഓതിക്കൊടുത്താൽ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതിക്കൊടുത്താൽ, കുട്ടിത്തം മാറിയിട്ടില്ലാത്ത ആ സുന്ദരമായ ശബ്ദത്തിലും വാക്കുകളിലും അവർ തിരിച്ചു നമുക്ക് പറഞ്ഞു തരും. അർ റഹ്മാൻ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആകാശങ്ങളുടെ അപ്പുറത്ത് നിന്ന് പരിശുദ്ധ ഖുർആനിന്റെ വചനം അവതരിച്ചത് ഏതു ഭാഷയിലാണോ, ഏത് രീതിയിലാണോ, അതുപോലെ ആ പരിശുദ്ധ ഖുർആൻ 2 ബില്യണിലധികം മനുഷ്യർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു, കണ്ടും കാണാതെയും. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഒരു ഗ്രന്ഥത്തിന് മാത്രമേ ഇത്തരത്തിലൊരു പ്രൊട്ടക്ഷൻ നൽകിയിട്ടുള്ളൂ, ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി നൽകിയിട്ടുള്ളൂ. ആ ഗ്രന്ഥത്തിന്റെ അനുയായികളാണ് നമ്മളെന്ന അഭിമാനബോധം മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്ത് മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധ ഖുർആനിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ലോകത്തൊരു ഗ്രന്ഥവും അത് ദൈവികമാണെന്ന് അവകാശപ്പെടുന്നില്ല. അത് ബൈബിളാകട്ടെ, വേദങ്ങളാകട്ടെ, ഉപനിഷത്തുകളാകട്ടെ, ഒരു ഗ്രന്ഥവും അത് സ്വന്തമായി ദൈവികമാണെന്ന് അവകാശപ്പെടുന്നില്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 2-ാമത്തെ ആയത്തിലൂടെ തന്നെ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്നത്,
എന്താണ് ഖുർആൻ പറയുന്നത്? ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാകുന്നു ഗ്രന്ഥം, ഇതാകുന്നു ദൈവികമായ ഗ്രന്ഥം, ഇതാകുന്നു ദിവ്യബോധനത്തിന്റെ ഗ്രന്ഥം. ലാ റൈബ ഫീഹി, അതിൽ സംശയമേ ഇല്ല. ഹുദൽ ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴികാട്ടിയായിട്ടുള്ള, മാർഗദർശിനിയായിട്ടുള്ള, വിമോചനത്തിന്റെ മുദ്രാവാക്യമായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ ഇതുമാത്രമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടും അവസാനിക്കുന്നില്ല. എത്ര ആയത്തുകളിലൂടെയാണ് പരിശുദ്ധ ഖുർആൻ അത് വിവരിക്കുന്നത്? 32-ാം അധ്യായം സൂറത്തു സജ്ദയുടെ 2-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തൻസീലുൽ കിതാബ് ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. ഈ ഗ്രന്ഥം അവതരിച്ചത് സംശയത്തിന് ഹേതുവില്ലാത്ത രീതിയിൽ, സംശയത്തിന് അതീതമായ രീതിയിൽ, ലോകത്തിന്റെ രക്ഷിതാവെന്നല്ല, ലോകങ്ങളുടെ രക്ഷിതാവ്, പ്രപഞ്ചങ്ങളുടെ രക്ഷിതാവായ, അണ്ടകടാഹങ്ങളുടെ രക്ഷിതാവായ ലോകത്തിന്റെ രക്ഷിതാവിൽ നിന്നാണ്, റബ്ബിൽ നിന്നാണ് ഈ പരിശുദ്ധ ഖുർആനിന്റെ അവതീർണമുണ്ടായിട്ടുള്ളത്. 26-ാം അധ്യായം സൂറത്തു ശുഅറാഇന്റെ 192-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. തീർച്ചയായും ഈ പരിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് ലോകത്തിന്റെ രക്ഷിതാവിന്റെ പക്ഷത്തു നിന്നാകുന്നു, അവന്റെ പക്കലിൽ നിന്നാകുന്നു. സൂറത്ത് യാസീനിന്റെ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, തൻസീലുൽ അസീസുർ റഹീം. പ്രതാപിയായ, കരുണാനിധിയായ ലോകത്തിന്റെ രക്ഷിതാവാണ് ഇത് അവതരിച്ചിട്ടുള്ളത്. ഈ ആയത്തുകളെല്ലാം പറയുന്നത് ഒരേ ആശയമാണ് പ്രിയപ്പെട്ടവരെ. ഈ ആയത്തുകൾ മുഴുവനും പറയുന്നത്, ലോകത്ത് ദൈവികമായ ഏതെങ്കിലും ഒരു ഗ്രന്ഥം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ലോകത്ത് മനുഷ്യ വിമോചനത്തിന്റെ യഥാർത്ഥ മാർഗം പഠിപ്പിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രന്ഥം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു ഗ്രന്ഥവുമില്ല എന്ന് ഉച്ചൈസ്തരം പരിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുന്നു. മറ്റൊരു ഗ്രന്ഥത്തിലും അത് കാണാൻ സാധ്യമല്ല. മറ്റു ഗ്രന്ഥങ്ങളെല്ലാം ദൈവികമാണെന്ന് അതതിന്റെ അനുയായികൾ ആരോപിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നാൽ ധൈര്യത്തോടുകൂടി, സ്ഥൈര്യത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി ലോകത്തിന്റെ മോചനത്തിനായി റബ്ബ് സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്നു, ഇത് ദൈവിക ഗ്രന്ഥമാണ്, ഇതിൽ തെറ്റുകളില്ല, ഇതിൽ അപജയങ്ങളില്ല, ഇതിൽ വൈരുദ്ധ്യങ്ങളില്ല, ഇത് ഖിയാമത്ത് നാൾ വരെ ഇതുപോലെ നിലനിൽക്കുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തൊരു അത്ഭുതത്തിന്റെ ഗ്രന്ഥമാണിത്! ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഒരിക്കലും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ വരാൻ ഒരു സാധ്യതയുമില്ലാത്ത, ഒരു തരത്തിലുള്ള സാധ്യതയുമില്ലാത്ത പരിശുദ്ധ ഖുർആനിന്റെ അവതരണമാകട്ടെ, അതിന്റെ ശൈലിയാകട്ടെ, അതിന്റെ അഭിസംബോധനയാകട്ടെ, അതിന്റെ അത്ഭുതങ്ങളാകട്ടെ, ഏത് കാര്യം വെച്ച് പരിശോധിച്ചാലും അത് അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിൽ നിന്ന് ഉതിർന്നു വീണതല്ല എന്ന് ആവർത്തിച്ച് നമുക്ക് മനസ്സിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സാധാരണഗതിയിൽ യുക്തിവാദികൾ ആരോപിക്കാറുണ്ട്, ഇതെല്ലാം മുഹമ്മദ് കെട്ടിച്ചമച്ച കഥയാണ്, ഇതെല്ലാം മുഹമ്മദിന്റെ വകയുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സാധാരണ നാസ്തികരും യുക്തിവാദികളും പറയാറുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സാഹചര്യ തെളിവുകൾ വെച്ച് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. 5 കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ളതാണ്, അതൊരിക്കലും പ്രവാചകന്റെ വാക്കുകളല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന 5ഓളം തെളിവുകളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, സാഗൂതം കേൾക്കുക. എന്നിട്ട് നിങ്ങളുടെ പരിചയത്തിലുള്ള യുക്തിവാദികൾക്കും നാസ്തികൾക്കും പറഞ്ഞു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലിന്റെ വാക്കുകളാണ് ഈ പരിശുദ്ധ ഖുർആനെങ്കിൽ, അള്ളാന്റെ റസൂല് തന്റെ ഇഷ്ടപ്രകാരം കെട്ടിച്ചമച്ചതാണ് ഈ പരിശുദ്ധ ഖുർആനെങ്കിൽ, എന്തെങ്കിലും ഒരു ലക്ഷ്യം അള്ളാന്റെ റസൂലിനുണ്ടാകണമായിരുന്നു. ഈ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കാരണം, പ്രചരിപ്പിച്ചത് കാരണം പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലിന് ഈ പറയുന്ന തരത്തിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകണമായിരുന്നു. എന്നാൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സിൽ സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് വഅൻദിറ ശീറതകൽ അഖ്റബീൻ, നിന്റെ അടുത്ത കുടുംബക്കാർക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ലോകത്തിന്റെ രക്ഷിതാവിന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉജ്ജ്വലമായ തൗഹീദിന്റെ വചനം അങ്ങ് പ്രഖ്യാപിച്ചപ്പോ
ഈ പരിശുദ്ധ ഖുർആനിന്റെ പ്രബോധനത്തിന്റെ നാൾവടിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചപ്പോ അവിടുന്ന് അങ്ങോട്ട് പ്രവാചകന് ലഭിച്ചത് എന്താണ് പ്രിയപ്പെട്ടവരെ? അവിടുന്ന് അങ്ങോട്ട് റസൂലുള്ളാഹിക്ക് ലഭിച്ചത് എന്താണ്? സ്വീകാര്യതയാണോ? പൂമാലകളും പൂച്ചെണ്ടുകളും അഭിനന്ദനങ്ങളും ഹർഷാരവങ്ങളും അനുമോദനങ്ങളുമാണോ റസൂലുള്ളാഹിക്ക് ലഭിച്ചത്? ഒരിക്കലുമല്ല. അവിടുന്ന് അങ്ങോട്ട് പ്രവാചകനെ കാത്തിരുന്നത് കല്ലുകളും മുള്ളുകളും മൂർക്കമ്പാമ്പുകളും നിറഞ്ഞ അതിപ്രയാസകരമായ നാൾവഴികളാണ്. വളരെയധികം പ്രയാസം സഹിക്കേണ്ടി വരുന്ന വഴികളാണ് പിന്നീട് പ്രവാചകനെ കാത്തു നിൽക്കുന്നത്. ദാരിദ്ര്യം മാത്രമായിരുന്നു റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടായിരുന്നത്. 23 കൊല്ലക്കാലം സമാധാനത്തിലൊന്ന് കിടന്നുറങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടില്ല എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് കൃത്യമായി പറഞ്ഞു തരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മാസങ്ങളോളം അടുപ്പ് പുകയാതിരുന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലും അടുപ്പ് പുകയാതിരിക്കാറുണ്ട്. ദിവസങ്ങളോളം അടുപ്പ് പുകയാറില്ല. ചില ആഴ്ചകളിൽ. എന്താണ് ഇതിന്റെ കാരണം? നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കുന്നത് കൊണ്ടാണ്. പാചകം ചെയ്യാനുള്ള മടി കൊണ്ടോ ശരീരത്തിന്റെ ക്ഷീണം കൊണ്ടോ നമ്മൾ പാചകം ചെയ്യാതെ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മുടെ അടുപ്പുകൾ പുകയാതിരുന്നിട്ടുണ്ടെന്നാൽ ലോകത്തിന്റെ കാരുണ്യമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അടുപ്പ് പുകയാതിരുന്നത് പുറത്തുനിന്ന് ഭക്ഷണം വന്നതുകൊണ്ടല്ല, മറിച്ച് പാകം ചെയ്യാനുള്ള വസ്തുവകകളും ഭക്ഷണ പദാർത്ഥങ്ങളും ആ വീട്ടിൽ ഇല്ല എന്നതുകൊണ്ടാണ്. കഞ്ഞി വെച്ച് കുടിക്കാൻ അരിയില്ലാത്തത് കൊണ്ട്, ചപ്പാത്തി ഉണ്ടാക്കാൻ റൊട്ടി ഉണ്ടാക്കാൻ ഗോതമ്പില്ലാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ ദിവസങ്ങളോളം അള്ളാന്റെ റസൂലും കുടുംബവും പട്ടിണി കിടന്നിട്ടുണ്ട്, പച്ചപ്പട്ടിണി കിടന്നിട്ടുണ്ട്, വയറ് വിശന്ന് കരഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന ചരിത്രമാണല്ലോ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുകയാണ്. രാത്രിയാണ്, അസമയത്താണ്, പാതിരാവ് കഴിഞ്ഞിട്ടാണ്. അവരെങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എതിർവശത്ത് നിന്ന് മറ്റൊരാൾ വരുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോ അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും ചോദിക്കുന്നു, റസൂലേ, എന്തിനാണ് നിങ്ങൾ ഈ രാത്രി ഇറങ്ങിയത്? എന്താണ് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചതെന്ന് ചോദിക്കുമ്പോ ആ പ്രവാചകന്റെ മറുപടി എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വിശന്നിട്ട് കിടന്നിട്ടുറക്കം വരുന്നില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. ആ രീതിയിൽ ദാരിദ്ര്യത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുറിയിലേക്ക് കയറുമ്പോ, പ്രവാചകന്റെ വീട്ടിലേക്ക് കയറുമ്പോ, വീടെന്ന് പറഞ്ഞാലും മുറിയെന്ന് പറഞ്ഞാലും വ്യത്യാസമൊന്നുമില്ല, ഒരു മുറി മാത്രമാണ് റസൂലുള്ളാഹിന്റെ ഹുജറകൾ. മദീന പള്ളിയിലെ മിമ്പറിന്റെ ഖിബലക്ക് നേരെ തിരിഞ്ഞു നിന്നാൽ മിമ്പറിന്റെ ഇടതുവശത്ത് നിൽക്കുന്ന ആ സ്ഥലത്ത് പ്രവാചകന്റെ ഭാര്യമാര് താമസിച്ചിരുന്ന ഹുജറകൾ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ കേവലം ഒറ്റ മുറികൾ മാത്രമായിരുന്നു. അവിടെ തന്നെയായിരുന്നു അവരുടെ അടുക്കള, അവിടെ തന്നെയായിരുന്നു അവരുടെ വരാന്ത, അവിടെ തന്നെയായിരുന്നു അവരുടെ ഭക്ഷണ ഹാൾ, അവിടെ തന്നെയായിരുന്നു അവരുടെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ സംഗതികളും നടന്നത് അവിടെ തന്നെയായിരുന്നു. ആലോചിച്ചു നോക്ക് നിങ്ങൾ. ആ പ്രവാചകന്റെ വീട്ടിലേക്ക് ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ അവിടെ കാണാൻ സാധിച്ചത് എന്താണെന്നറിയുമോ? 3 ഊറക്കെട്ട തോൽക്കഷണങ്ങൾ മാത്രമാണ്, ഏതാനും ബാർലി മാത്രമാണ്. ഇതായിരുന്നു ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിക്ക് ആകെയുണ്ടായിരുന്ന സമ്പാദ്യം. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രവാചകനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, കിസ്റായും കൈസറും ഈ ദുനിയാവിൽ അനുഭവിക്കാൻ കഴിയുന്നതിൽ അങ്ങേയറ്റം സുഖലോലുപത അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന് കാരുണ്യമായി കടന്നു വന്ന അങ്ങിതാ പനയോലപ്പായിൽ കിടന്നുകൊണ്ട് ശരീരത്തെ പാടുവരിച്ച് പ്രയാസപ്പെടുകയാണ്. അവിടെ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ ഓതിക്കൊടുത്ത ആയത്ത് ഏതാണെന്നറിയുമോ? വല്ലാഖിറതു ഖൈറും വഅബ്ഖാ. ഉമറേ, ഈ ലോകത്തിന് വേണ്ടിയല്ല ഞാനും നീയും ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് ഈ ദുനിയാവിന് വേണ്ടിയല്ല ഉമറേ. ഏറ്റവും നന്നായതും ഏറ്റവും ഖൈറായതും ഏറ്റവും അവശേഷിക്കുന്നതും പരലോകത്തെ ജീവിതമാണ് ഉമറേ എന്ന് പറഞ്ഞ് തന്റെ അനുയായിയെ തിരുത്തുന്ന പ്രവാചകനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. ഈ പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് കാരണം, ഈ പരിശുദ്ധ ഖുർആൻ പ്രബോധനം ചെയ്തത് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാതൊരു തരത്തിലുള്ള നേട്ടവും ഉണ്ടായിട്ടില്ല, ഭൗതികമായ ഒരു തരത്തിലുള്ള സുഖവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ സുഖലോലുപത പ്രവാചകന്റെ കാൽക്കീഴിലേക്ക് വന്ന സന്ദർഭങ്ങളുണ്ട്. ഖുറൈശിയിലെ പേര് കേട്ട എണ്ണം പറഞ്ഞ പ്രമാണിമാരതാ അബൂ താലിബിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അവർ പറയുന്ന സംഗതി എന്താണ്? അബൂ താലിബേ, ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് മുഹമ്മദിന് വേണ്ടുന്ന പണം ഞങ്ങൾക്ക് നൽകാം. എത്ര പണമാണോ വേണ്ടത് പറഞ്ഞാൽ മതി, ഞങ്ങൾ എത്തിച്ചു നൽകാം. അതല്ല, മുഹമ്മദിന് അധികാരമാണ് വേണ്ടതെങ്കിൽ മക്കയിലെ രാജാവായി മുഹമ്മദിനെ വാഴ്ത്താൻ ഞങ്ങൾ തയ്യാറാണ്.
ഈ നാടിനൊരു രാജാവില്ല. അതുകൊണ്ട് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിനെ ഞങ്ങളുടെ രാജാവായി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതല്ല മുഹമ്മദിന് വേണ്ടത് പെണ്ണാണെങ്കിൽ ഇഷ്ടമുള്ള സ്ത്രീകളെ, മക്കയിലെ ഇഷ്ടമുള്ള സ്ത്രീകളെ, അറേബ്യയിലെ ഇഷ്ടമുള്ള അമാദക തിടമ്പുകളെ മുഹമ്മദിന് വേണ്ടി ശരിയാക്കി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പ്രിയപ്പെട്ടവർ, ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഭൗതികമായ സകല സുഖലോലുപതകളും അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽക്കൽ വെച്ചിട്ട് ഖുറൈശികൾ ആവശ്യപ്പെട്ടത് ഒരേ ഒരു ആവശ്യം മാത്രമാണ്. എന്താണെന്നറിയുമോ? ഈ ഖുർആനിന്റെ പ്രബോധനം ഒന്ന് നിർത്തിവെക്കണമെന്നാണ്, ഈ ഖുർആനിന്റെ പ്രചാരണം ഒന്ന് നിർത്തിവെക്കണമെന്നാണ്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു മറുപടിയുണ്ട്. ലൗ വുദിഅ അശ്ശംസു അലാ യമീനി വൽ ഖമറു അലാ യസാരി. എന്റെ വലത് കൈയിലേക്ക് സൂര്യനെ വെച്ച് തന്നാലും എന്റെ ഇടത് കൈയിലേക്ക് ചന്ദ്രനെ വെച്ച് തന്നിട്ട് ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാൻ, ഈ പ്രബോധനത്തിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടാലും ഞാനതിൽ നിന്ന് പിന്മാറുന്നതല്ല. ഒന്നിക്കൽ ചക്രവാളങ്ങൾ കടന്നുകൊണ്ട് എന്റെ ഈ പ്രബോധനത്തിന്റെ ധ്വനികൾ സകല ഭൂമിയുടെ അഷ്ടദിക്കുകളിലേക്ക്, സാഗരങ്ങളും പീഠഭൂമികളും അതുപോലെ തന്നെ മാമലകളും കടന്നുകൊണ്ട് എന്റെ ഈ പ്രബോധനത്തിന്റെ വാക്കുകൾ എത്തുക തന്നെ ചെയ്യും. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധി പ്രകാരം ഞാൻ ഇവിടെ പരാജയപ്പെട്ടുകൊണ്ട് ഈ പ്രബോധനവും ഞാനും ഒരുമിച്ച് അവസാനിക്കുകയും ചെയ്യുമെന്ന ധൈര്യത്തിന്റെ, സ്ഥൈര്യത്തിന്റെ, തന്റെ ഇടത്തിന്റെ, ചങ്കൂറ്റത്തിന്റെ വാക്ക് പറഞ്ഞിട്ട് ആദർശ പ്രബോധനത്തിന്റെ പരിശുദ്ധ ഖുർആനിന്റെ പ്രചാരണത്തിന്റെ വഴിയിൽ ഈ പറയുന്ന പ്രലോഭനങ്ങളും പ്രചോദനങ്ങളുമായി വന്ന ശത്രുക്കളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറായ ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, ഈ പരിശുദ്ധ ഖുർആനിന്റെ പ്രബോധനം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാതൊരു തരത്തിലുള്ള ഭൗതികമായ നേട്ടവും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, രണ്ടാമത്തെ സാഹചര്യ തെളിവെന്താണ്? അള്ളാന്റെ റസൂലിന്റെ സത്യസന്ധതയെക്കുറിച്ച് കൊടിയ ശത്രുക്കൾക്ക് പോലും യാതൊരു സംശയവും ഉണ്ടായിട്ടില്ല എന്നതാണ്. നജാഷി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തപ്പെട്ട അള്ളാന്റെ റസൂലിനെ കുറിച്ച് ഈ പറയുന്ന അക്കാലഘട്ടത്തിലെ പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കൊടിയ ശത്രുവായ അബൂ സുഫിയാനോട് പ്രവാചകനെ കുറിച്ച് ചോദിച്ചപ്പോ അബൂ സുഫിയാന് കളവ് പറയാൻ സാധിച്ചില്ല. അബൂ സുഫിയാൻ പറയുകയാണ്, മുഹമ്മദ് കളവ് പറയുമെന്ന് ഞങ്ങൾക്ക് വാദമില്ല, മുഹമ്മദ് ചതിക്കുമെന്ന് ഞങ്ങൾക്ക് വാദമില്ല, മുഹമ്മദ് വഞ്ചിക്കുമെന്ന് ഞങ്ങൾക്ക് വാദമില്ല എന്ന് അതാ വളരെ കൃത്യമായി നജാഷി രാജാവിന്റെ മുന്നിലേക്ക് ഈ പറയുന്ന അബൂ സുഫിയാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇത് വളരെ കൃത്യമായി ചരിത്രം നമുക്ക് പറഞ്ഞു തന്ന വസ്തുതയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സത്യസന്ധതയെ കുറിച്ച് അവർക്ക് സംശയമുണ്ടായിരുന്നില്ല. സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അത് കൃത്യമായി പരിശോധിച്ചിട്ടുണ്ട്, പരീക്ഷിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറയുകയാണ്, ഈ കുന്നിന്റെ പുറത്ത് നിന്ന്, ഈ മലയുടെ അപ്പുറത്ത് നിന്ന് ഒരു സർവായുധ സജ്ജരായ സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന സകല ഗോത്രക്കാരും ഒരുപോലെ മറുപടി പറഞ്ഞത് എന്താണെന്നറിയുമോ? അബ്ദുള്ളയുടെ മകൻ മുഹമ്മദേ, ആമിനയുടെ മകൻ മുഹമ്മദേ, നീ കളവ് പറഞ്ഞതായിട്ട് ഞങ്ങൾക്കറിയില്ല, നീ വഞ്ചിച്ചതായിട്ട് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വിവരം നീ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ യുദ്ധത്തിനുള്ള കോപ്പ് ഞങ്ങൾ കൂട്ടുന്നതാണ്, യുദ്ധത്തിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുന്നതാണെന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂലിന്റെ സത്യസന്ധതയെ ആ സദസ്സിൽ വെച്ച് തന്നെ ശത്രുക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂല് ഒരു ചില വചനങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ലോകത്തിന്റെ രക്ഷിതാവിൻ്റെതാണെന്ന് ഒരിക്കലും വാദിക്കാൻ സാധ്യതയില്ല. മൂന്നാമതായി പരിശുദ്ധ ഖുർആനിന്റെ സാഹചര്യ തെളിവ് എന്താണെന്നറിയുമോ? എങ്ങാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനെങ്ങാനും ഇതെന്റെ രചനയാണെന്ന് പറഞ്ഞാൽ, ഇതെന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അവിടെ പ്രവാചകനെ അവർ ഭ്രാന്തൻ എന്ന് വിളിക്കില്ല, കദ്ദാബ് എന്ന് വിളിക്കില്ല, സാഹിർ എന്ന് വിളിക്കില്ല, മസ്ഹൂർ എന്ന് വിളിക്കില്ല. കാരണം സുന്ദരമായ കവിതകൾ എഴുതുന്ന കവികളെ ഏറ്റവും നല്ല രീതിയിൽ ആദരിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അത്. ആ കവിതകളെല്ലാം കഅബാലയത്തിന്റെ ചുറ്റിലും കെട്ടിത്തൂക്കിക്കൊണ്ട് അവർക്ക് ബഹുമാനങ്ങളും ആദരവുകളും നൽകിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അള്ളാന്റെ റസൂലെങ്ങാനും ഇതെന്റെ രചനകളാണ്, എന്റെ സാഹിത്യമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിസ്തുലമായ സാഹിത്യത്തിന്റെ മുന്നിൽ മക്കാപട്ടണം കീഴടങ്ങുമായിരുന്നു, മക്കാര് മുഴുവനും കീഴടങ്ങുമായിരുന്നു. എന്നിട്ട് പ്രവാചകനെ അവഹേളിക്കുന്നതിന് പകരം, പ്രവാചകനെ നിന്ദിക്കുന്നതിന് പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കാനും ആദരിക്കാനും ആ ജനത തയ്യാറാകുമായിരുന്നു. പക്ഷേ അതിന് നിവൃത്തിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അത് അള്ളാന്റെ റസൂലിന്റെ രചനയല്ലല്ലോ, അള്ളാന്റെ റസൂലിന്റെ സാഹിത്യമല്ലല്ലോ.
ആയത്തുകളാണല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടില്ല, സത്യം പറഞ്ഞു. ഇത് ലോകത്തിന്റെ രക്ഷിതാവിന്റെ വചനമാണെന്ന് പറഞ്ഞ കാരണം കൊണ്ട് മാത്രമാണ് അള്ളാന്റെ റസൂൽ ആക്രമിക്കപ്പെട്ടത്. നാലാമതായിട്ടുള്ള സാഹചര്യത്തിൽ എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? അള്ളാന്റെ റസൂലെങ്ങാനും താൻ വലുതായി ആദരിക്കപ്പെടണമെന്നും ബഹുമാനിക്കപ്പെടണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് രചിച്ചതാണ് ഈ പരിശുദ്ധ ഖുർആനെങ്കിൽ ഖുർആനിന്റെ താളുകളിലൂടെ നിങ്ങളൊന്ന് സഞ്ചരിക്കുക. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അബസ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ 10 ആയത്തുകൾ എന്താണെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള വിമർശനമാണ്. അതിന്റെ സന്ദർഭം എന്താണ്? ഉമ്മി മക്തൂം എന്ന് പറയുന്ന പാവപ്പെട്ട സ്വഹാബിയത ഒരിക്കൽ പ്രവാചകന്റെ അടുത്തേക്ക് ചില ഇൽമുകൾ പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വരികയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലീദ് ഇബ്നു മുഗീറയെ പോലെയുള്ള പേരുകേട്ട വലിയ പ്രമാണിമാർക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയായിരുന്നു, ഖുർആനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. വേണ്ടതുപോലെ ശ്രദ്ധിക്കാൻ പ്രവാചകന് കഴിഞ്ഞില്ല. ഈ അന്ധനായ സ്വഹാബിയെ വേണ്ടതുപോലെ പരിഗണിക്കാൻ റസൂലുള്ളാഹിക്ക് കഴിഞ്ഞില്ല. അതാ തിരുത്തു വരികയാണ്. അബസവതവല്ലാ അൻജാഅഹുൽ അഅ്മാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റാ അമ്മാ മൻ ഇസ്തഗ്നാ ഫഅൻത ലഹു തസദ്ദാ. 10ഓളം ആയത്തുകൾ അല്ലാഹുവിന്റെ റസൂലിനെ വിമർശിച്ചുകൊണ്ടുള്ളതാണ്, അല്ലാഹുവിന്റെ റസൂലിനെ തിരുത്തിക്കൊണ്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകനെങ്ങാനും തന്റെ സ്വന്തം ഭംഗി കൂട്ടുന്നതിന് വേണ്ടി, തന്റെ സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതാണെങ്കിൽ ഈ അധ്യായമോ ഈ ആയത്തുകളോ ഒരിക്കലും തന്നെ പരിശുദ്ധ ഖുർആനിൽ ഉണ്ടാകുമായിരുന്നില്ല. അവിടെയും അവസാനിച്ചില്ലല്ലോ പ്രിയപ്പെട്ടവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ താക്കീതുകളും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു പറയുകയാണ്, വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാബീൽ ലഅഖദ്നാ മിൻഹു ബിൽയമീൻ ثم لقطعنا منه الوتين. പ്രവാചകനെങ്ങാനും സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വാക്കെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ, ചില വചനങ്ങളെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ, ലഅഖദ്നാ മിൻഹു ബിൽയമീൻ, അദ്ദേഹത്തെ വലത് കൈ കൊണ്ട് നാം പിടിക്കുമായിരുന്നു, വലത് കൈയിൽ നാം പിടിക്കുമായിരുന്നു. ثم لقطعنا منه الوتين, എന്നിട്ട് ജീവനാഡിയിൽ നിന്ന് ഞാൻ മുറിച്ചു കളയുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള വിമർശനമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, ഈ 5 സാഹചര്യ തെളിവുകൾ മാത്രം മതി ലോകത്തിന്റെ മുന്നിൽ പരിശുദ്ധ ഖുർആൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ അടുത്തു നിന്നുള്ളതാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഈ 5 സാഹചര്യ തെളിവുകൾ മാത്രം മതിയാകുമെന്നാൽ ഈ 5 സാഹചര്യ തെളിവുകൾ മാത്രമല്ല പരിശുദ്ധ ഖുർആനിലുള്ളത്. ഇതിനേക്കാൾ അത്ഭുതകരമായ എത്രയോ തെളിവുകൾ കൊണ്ട് സമ്പന്നമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ സാഹിത്യ ഭംഗിയെക്കുറിച്ച് നമ്മളൊക്കെ എത്ര തവണ കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ഖുർആൻ പ്രതിപാദിച്ച ഓരോ വാക്കുകളും എത്രമാത്രം സൂക്ഷ്മമാണ് എന്ന് എത്ര തവണ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇതുവരെ ഇറങ്ങിപ്പോയിട്ടില്ല എന്നതാണ് സത്യം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ചരിത്രമാണ് സൂറത്തു ത്വാഹയുടെ ചരിത്രം. പക്ഷേ അതല്ല ഉമർ അള്ളാഹിന്റെ ഇസ്ലാം സ്വീകരണത്തിന്റെ ഒരേ ഒരു ചരിത്രം അതല്ല. അതിൻ്റെ മുമ്പ് വേറെയുമുണ്ട്. അതിൻ്റെ മുമ്പ് എത്രയോ സന്ദർഭങ്ങളുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ സഹാബികളോട് ചോദിച്ചു, ആരാണ് ഈ പരിശുദ്ധ ഖുർആൻ ഒന്ന് കഅബാലയത്തിൽ ഓതി കേൾപ്പിച്ചു കൊടുക്കുക? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ ഓതി കൊടുക്കാം, ഞാൻ ഓതാം, എനിക്കൊരു പ്രശ്നമില്ല. മറ്റു സ്വഹാബികൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ് വേണ്ട, താങ്കൾ വേണ്ട. കാരണം താങ്കളെ അവർ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പകരം ചോദിക്കാൻ താങ്കൾക്ക് ആരുമില്ല, തറവാടിന്റെ പിൻബലമില്ലാത്ത ആളാണ് താങ്കൾ. അതുകൊണ്ട് ഞങ്ങളിൽപ്പെട്ട ചോദിക്കാനും പറയാനും ആരെങ്കിലേക്കുള്ള ആരോഗ്യമുള്ള ആളുകളാവട്ടെ ഇതിന് മുതിരുന്നത് എന്ന് പറഞ്ഞ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷേ അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല. അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ പേരിൽ എന്ത് തന്നെ വന്നാലും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്, നേരിടാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അനുമതിയോടുകൂടി കഅബാലയത്തിന്റെ അടുത്തേക്ക് പോവാൻ. എന്നിട്ട് അദ്ദേഹം പാരായണം ചെയ്യാൻ തുടങ്ങുന്നു. ഏതാണ് പാരായണം ചെയ്യുന്നത്? അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ
വശംസു വൽ ഖമറു ബിഹുസ്ബാൻ എന്ന് തുടങ്ങുന്ന വചനങ്ങളതാ സൂറത്തുർ റഹ്മാനിന്റെ വചനങ്ങൾ, പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പാരായണം ചെയ്യാൻ തുടങ്ങിയപ്പോ കഅബാലയത്തിന്റെ പരിസരം മൂകമാകുകയാണ്, നിശബ്ദമാകുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ സാഗൂതം, ഒരു തരത്തിലുള്ള ഒച്ചപ്പാടുകളുമില്ലാതെ ആ ശ്രവ്യാനന്ദകരമായ പരിശുദ്ധ ഖുർആനിന്റെ വചനത്തിലേക്ക് കാതോർക്കുകയാണ്. അവരതങ്ങനെ ശ്രദ്ധിക്കുകയാണ്. പെട്ടെന്നാണ് ഒരാൾ വന്നിട്ട് പറയുന്നത്, നിങ്ങൾ എന്താണ് കേൾക്കുന്നത്? നിങ്ങൾ എന്താണ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് മുഹമ്മദ് പറയുന്ന വചനമാണ്, ഇത് മുഹമ്മദിന്റെ ഖുർആനാണെന്ന് പറയുമ്പോ അവിടെയതാ സകലതും മറന്നുകൊണ്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അവരതാ ആക്രമിക്കാൻ തുടങ്ങുകയാണ്, അവരതാ മർദ്ദിക്കാൻ തുടങ്ങുകയാണ്. ക്രൂരമായ മർദ്ദനത്തിനൊടുവിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തളർന്ന് പരവശനായി പോകുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ താങ്ങി പിടിച്ചുകൊണ്ട് സഹാബികൾ കൊണ്ടുപോകുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇതുപോലെ ഇനിയും എത്ര ആവർത്തി വേണമെങ്കിലും പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയുമോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ തറവാടിത്തമില്ലാത്ത, സമൂഹത്തിൽ വലിയ നിലയും വിലയും അക്കാലഘട്ടത്തിൽ ഇല്ലാതിരുന്ന ഒരു മനുഷ്യൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തപ്പോൾ പോലും ആ പരിശുദ്ധ ഖുർആനെ റെസിസ്റ്റ് ചെയ്യാൻ, ആ പരിശുദ്ധ ഖുർആനിന്റെ വശ്യസുന്ദരമായ വചനങ്ങളെ തരണം ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അവരതിൽ വീണുപോയി എന്നതാണ്, അവരതിൽ മയങ്ങിപ്പോയി എന്നതാണ്. പിന്നീട് അങ്ങോട്ട് എത്രയെത്ര ചരിത്രങ്ങളാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ പരിസരത്ത് അബൂജഹലിനെ പോലെയുള്ള, വലീദ് ഇബ്നു മുഗീറയെ പോലെയുള്ള കൊടികുത്തിയ മുശ്രിക്കുകൾ, ഇസ്ലാമിന്റെ ബദ്ധശത്രുക്കൾ ഒളിച്ചു നിൽക്കുമായിരുന്നു. എന്തിനാണ് ഈ ഒളിച്ചു നിൽക്കുന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം കേൾക്കുന്നതിന് വേണ്ടിയാണ്. അറബി അവർക്കറിയാം, അറബി സാഹിത്യം എന്താണെന്നും അവർക്കറിയാം, ആ സാഹിത്യത്തിന്റെ ഭംഗി എന്താണെന്നും അവർക്കറിയാം. അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനി ഖിയാമത്ത് നാൾ വരെ, ലോകം അവസാനിക്കുന്നത് വരെ, മനുഷ്യന്റെ ചരിത്രം നിലനിൽക്കുന്നത് വരെ ഈ ഖുർആനിന് സമാനമായ വശ്യസുന്ദരമായ വചനങ്ങൾ ഇനി അവതരിക്കാൻ പോകുന്നില്ല, ഇനി ആരും രചിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ വശ്യസുന്ദരമായ വചനങ്ങളുടെ ആനന്ദവും അനുഭൂതിയും അനുഭവിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ പല ഭാഗങ്ങളിലും രാത്രിയുടെ ഇരുട്ടിൽ അവർ പതുങ്ങിയിരിക്കുമായിരുന്നു, കാത്തിരിക്കുമായിരുന്നു പരിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ കേൾക്കാൻ. പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പല സന്ദർഭങ്ങളിലും ഈ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ശ്രവിക്കുന്നതിന് വേണ്ടി ഒളിച്ചിരിക്കാറുണ്ടായിരുന്നു. പല സന്ദർഭങ്ങളിലും അദ്ദേഹം അത് കേൾക്കുകയും ചെയ്തിരുന്നു. എന്നാൽ എപ്പോഴാണ് ഉമറിനെ വല്ലാതെ സ്വാധീനിച്ചു കളഞ്ഞത്? പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, ആയത്തുകൾ ഉമറിനെ വല്ലാതെ സ്വാധീനിച്ചു കളഞ്ഞത് എപ്പോഴാണെന്നറിയുമോ? ഒരിക്കൽ പാതിരാവിൽ മക്കാപട്ടണം മുഴുവൻ കിടന്നുറങ്ങുമ്പോ, ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളും കൊടിവെച്ച മുശ്രിക്കുകളും മുഴുവൻ കിടന്നുറങ്ങുമ്പോ, മുസ്ലിങ്ങളടക്കം എല്ലാവരും സമാധാനത്തോടെ കിടന്നുറങ്ങുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കഅബാലയത്തിന്റെ അടുത്തേക്ക് പോകാൻ തോന്നുകയാണ്. ഒരു ഉൾവിളിയാണ്, മനസ്സിലൊരു തോന്നലാണെന്ന് കഅബയുടെ അടുത്തേക്ക് പോകാം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അതാ കഅബാലയത്തിന്റെ അടുത്തേക്ക് പോകുകയാണ്. അവിടെ ആരുമില്ല. ഇന്ന് കാണുന്നത് പോലെ ജനമുഖരിതമായ ഒരു പ്രദേശമായിരുന്നില്ല കാലഘട്ടത്തിൽ കഅബ എന്ന് പറയുന്നത്. ഹജ്ജിന്റെ വേളയിൽ മാത്രമാണ് തിരക്കുണ്ടാവുക, അല്ലാത്ത സമയത്ത് രാത്രിയായി കഴിഞ്ഞാൽ ആൾ തിരക്കുണ്ടാവാറില്ല. ഇന്ന് ഏത് നേരത്ത് നോക്കിയാലും 24 മണിക്കൂറും ആ കഅബാലയത്തിന്റെ ചുറ്റിലും പ്രദക്ഷിണം ചെയ്യുന്ന പതിനായിരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അന്ന് ഉമർ റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ പരിസരത്തിലേക്ക് വരുമ്പോ അവിടെ കാണാൻ സാധിച്ചത് ഒരേ ഒരു മനുഷ്യന് മാത്രമാണ്. അത് മറ്റാരുമല്ല, മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റാരുമില്ല, ഉമറിന്റെ ബദ്ധശത്രുവാണ് ആ കാലഘട്ടത്തിൽ. ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റവും വെറുത്തിരുന്നത് പ്രവാചകനെയായിരുന്നു. കൊല്ലാൻ ആഗ്രഹിച്ച മനുഷ്യനായിരുന്നു, പ്രവാചകനെ കൊല്ലാൻ ആഗ്രഹിച്ച മനുഷ്യനായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. മുഹമ്മദ് ഒരിക്കലും ഈ വാക്കുകൾ പറയുന്നത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രമല്ല. ഈ പാതിരാവിൽ ആരും കാണാത്ത ഈ അവസരത്തിൽ ഈ കഅബാലയത്തിന്റെ പരിസരത്ത് വന്നിട്ട് ഈ കഅബാലയത്തിന്റെ ചുറ്റിലും പ്രദക്ഷിണം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ ആത്മാർത്ഥത അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടെന്നുള്ള ചിന്തയത ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലുകളെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പിടിച്ചു വലിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പാത്തും പതുങ്ങിയും റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വരികയാണ്.
പ്രവാചകൻ അറിയുന്നില്ല ഉമറിന്റെ വരവിനെ കുറിച്ച് അറിയുന്നില്ല, തന്റെ പാരായണം ഉമർ കേൾക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചും അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പാരായണം ചെയ്തിരുന്നത് അൽഹാഖതു മൽഹാഖ വമാ അദ്റാക മൽഹാഖ. പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും നല്ല സിംഫണികളുള്ള സുന്ദരമായ ആയത്തുകളുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ ഹാഖ. ഹാഖയുടെ വചനങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ ആ വചനങ്ങളിൽ മതിമറന്നുപോയ ഉമർ റളിയല്ലാഹു അൻഹു അതാ ചിന്തിച്ചു പോകുകയാണ്, ആലോചിച്ചു പോകുകയാണ്. ഇത്ര സുന്ദരമായ കവിതകളാണ് മുഹമ്മദിന്റെ നാവിൽ നിന്ന് നിർഗളിക്കുന്ന ഈ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുണ്ടല്ലോ. ആ വചനങ്ങൾക്ക് മുന്നിൽ കഅബാലയത്തിന്റെ ചുറ്റിലും കെട്ടിത്തൂക്കിയിരുന്ന വലിയ കവി സാമ്രാട്ടുകളുടെ കവിതകൾ മുഴുവൻ സൂര്യപ്രകാശത്തിന്റെ മുന്നിൽ മെഴുകുതിരിവട്ടങ്ങൾ അപ്രസക്തമാകുന്നത് പോലെ അപ്രസക്തമായി പോകുകയാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു അതാ തിരിച്ചറിയുകയാണ്. എന്നിട്ട് അദ്ദേഹം വിചാരിക്കുകയാണ്, വല്ലാത്തൊരു കവി തന്നെയാണ് ഇയാൾ, ഇത്ര സുന്ദരമായി കവിതകൾ എഴുതുന്ന വല്ലാത്ത അത്ഭുതം തോന്നുന്ന ഒരു കവി തന്നെയാണ് ഇയാളെന്ന് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലങ്ങനെ വിചാരിക്കുമ്പോ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹാഖയുടെ അടുത്ത വചനം ഇങ്ങ് വരികയാണ്. വമാ ഹുവ ബിഖൗലി ശായിർ ഖലീലം മാ തുഅ്മിനൂൻ. ഈ ഖുർആനിന്റെ വശ്യത കേട്ടുകൊണ്ട് നിങ്ങൾ ഇയാളൊരു കവിയാണെന്ന് വിചാരിക്കരുത്. ഈ പ്രവാചക വര്യൻ ഒരു കവിയാണെന്ന് നിങ്ങൾ വിചാരിച്ചു പോകരുത്. അദ്ദേഹം ഒരു കവിയല്ല, ഇതൊരു കവിതയുമല്ല. ഖലീലം മാ തുഅ്മിനൂൻ. നിങ്ങളിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവർ, ഈ വചനം കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സാന്നിധ്യം മുഹമ്മദ് അറിഞ്ഞിട്ടുണ്ട്, തന്റെ മനസ്സിന്റെ ചിന്തയും മുഹമ്മദ് അറിഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ മുഹമ്മദ് ഒരു ജ്യോത്സ്യനാണ്, ഇദ്ദേഹം ഒരു കൈനോട്ടക്കാരനാണ്, ഭാവി പ്രവചനക്കാരനാണെന്ന് വിചാരിക്കുമ്പോ പരിശുദ്ധ ഖുർആനിന്റെ അടുത്ത വചനം വരുന്നു. വമാ ഹുവ ബിഖൗലി കാഹിൻ ഖലീലം മാ തദക്കറൂൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇദ്ദേഹം ഒരു ജ്യോത്സ്യനല്ല, കൈനോട്ടക്കാരനല്ല, ഭാവി പ്രവചനക്കാരനല്ല. നിങ്ങൾ ചുരുക്കം ആളുകൾ മാത്രമേ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നുള്ളൂ. അതാ ഉമറിന്റെ മനസ്സുകൊണ്ടും ചിന്തിക്കുകയാണ്, പിന്നെ ഇതെന്താണ്? ഇതൊരു കവിതയല്ലെങ്കിൽ, ഇതൊരു ജ്യോത്സ്യന്റെ വാക്കല്ലെങ്കിൽ പിന്നെ ഇതെന്താണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുമ്പോൾ ഖുർആനിന്റെ മറുപടി അടുത്ത ആയത്തിൽ വരികയാണ്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവായ രാജാതിരാജനായ ഖാലിഖുൽ മഖ്ലൂഖായ അണ്ടകടാഹത്തിന്റെ അന്നദാതാവും നിയന്താവുമായ അജയ്യനായ സൃഷ്ടാവിന്റെ വചനങ്ങളാണിത്, രക്ഷിതാവിന്റെ വചനങ്ങളാണിത്, രാജാവിന്റെ വചനങ്ങളാണിതെന്ന് പരിശുദ്ധ ഖുർആൻ അങ്ങോട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഭയന്നു പോകുകയാണ്. ഉമർ അതാ വെപ്രാളപ്പെട്ടു പോകുകയാണ്. അദ്ദേഹം ചിന്തിക്കുന്നു, ഇനിയും ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഖുറൈശികൾ പറയുന്നത് പോലെ മുഹമ്മദിന്റെ ഈ വചനത്തിൽ ഞാനും മയങ്ങിപ്പോകും, മുഹമ്മദിന്റെ ഈ ഖുർആനിന്റെ വചനത്തിൽ ഞാൻ മയങ്ങിപ്പോകുമെന്ന് വിചാരിച്ച് ഉമർ റളിയല്ലാഹു അൻഹു അതാ അവിടെ നിന്ന് ഓടിപ്പോകുകയാണ്. എന്നാൽ സമാധാനം കിട്ടുന്നില്ല, മനസ്സിനൊരു സമാധാനവുമില്ല. തലേന്ന് രാത്രി നടന്ന സംഭവങ്ങൾ അത്രമേൽ ഹൃദയത്തെ മതിച്ചിട്ടുണ്ട്, അത്രമേൽ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. റബ്ബേ ആ കേട്ട വചനങ്ങൾ ഒരിക്കലും മനുഷ്യന്റെ വചനങ്ങളല്ല. ആ കേട്ട വചനങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യന് രചിക്കാൻ കഴിയുന്നതല്ല. അതിലെന്തോ പ്രത്യേകതയുണ്ട്, അതിൽ അമാനുഷികമായ എന്തോ ഇടപെടലുണ്ടെന്ന് ആ ചിന്തയതാ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വീണ്ടും വീണ്ടും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യം 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കേൾക്കുന്ന ആ സംഭവം ഉണ്ടാകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ വല്ലാത്ത ഭാരവുമായി കഴിഞ്ഞുകൂടുന്ന ആ സമയം കൃത്യം 3 ദിവസം കഴിയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിലേക്ക് ആ വാർത്ത എത്തുകയാണ്. തന്റെ സ്വന്തം പെങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, പെങ്ങളുടെ ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് എത്തുകയാണ്. അതോടെ ഉമറാകെ തകർന്ന് തരിപ്പണമാകുന്നു. ഉമറിന്റെ മനസ്സതാ പ്രശ്നകലുഷിതമാകുകയാണ്, ആകെ കൂടി ബേജാറിലും പ്രയാസത്തിലുമാകുകയാണ്. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു പെങ്ങളുടെ വീട്ടിലെത്തുന്നത്, പെങ്ങളെയും അളിയനെയും ആക്രമിക്കുന്നത്. യാദൃച്ഛികമായി ഉമർ റളിയല്ലാഹു അൻഹു അതാ പരിശുദ്ധ ഖുർആനിന്റെ ആ പ്രതിയൊന്ന് തരാൻ, അത് എഴുതി വെച്ച താളിയോൽ, അത് എഴുതി വെച്ച ആ എഴുത്തുപലകയൊന്ന് തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ആ പലക കൊടുക്കുന്നു. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ എഴുതിയ ഏട് കൊടുക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വായിക്കുന്നു, ത്വാഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. നോക്ക് നിങ്ങൾ,
പരിശുദ്ധ ഖുർആൻ ആദ്യമായി അഡ്രസ് ചെയ്തത് മനസ്സിന് വല്ലാതെ വേദനയുമായി നിൽക്കുന്ന, പ്രയാസവുമായി നിൽക്കുന്ന, മനസ്സ് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ പറയുന്നത് എന്താണെന്നറിയുമോ? നാം ഈ ഖുർആൻ അവതരിപ്പിച്ചത് അങ്ങയെ വേദനിപ്പിക്കാനല്ല, അങ്ങയെ പ്രയാസപ്പെടുത്താനല്ല, അങ്ങയെ നൊമ്പരപ്പെടുത്താനല്ല. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. നീറുന്ന മുറിവിലേക്ക് മരുന്ന് പുരട്ടുന്നത് പോലെ തകർന്നു പോയ ഹൃദയത്തിലേക്ക്, അന്ധകാരം കൊണ്ട് മൂടിപ്പോയ ഹൃദയത്തിലേക്ക് വെളിച്ചം കൊടുക്കുന്ന വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ അതിന്റെ പുറത്തേക്കും കുഫറിലേക്ക്, കുഫറും കൊണ്ട് മുന്നോട്ട് പോകാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് സാധിച്ചില്ല. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന അഹങ്കാരത്തിന്റെ, ധിക്കാരത്തിന്റെ, താൻപോരിമയുടെ ആ അധ്യായങ്ങൾ ഇതാ ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമാകുകയാണ്. എന്നിട്ട് റബ്ബിന്റെ മുന്നിൽ, അള്ളാഹുവിന്റെ മുന്നിൽ കേണ് വണങ്ങിക്കൊണ്ട് വിനയാന്വിതനായി ദാറുൽ അർഖമിലേക്ക്, അർഖമിന്റെ വീട്ടിലേക്ക്, റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉമറിന്റെ ഇസ്ലാമിലേക്ക് വഴിവെച്ചത് എന്താണ്? ഉമറിനെ ഇസ്ലാമിലേക്ക് എത്തിച്ചത് എന്താണെന്നറിയുമോ? പരിശുദ്ധ ഖുർആനിന്റെ സാഹിത്യ ഭംഗിയും ആ പരിശുദ്ധ ഖുർആനിന് മനുഷ്യന്റെ ഹൃദയവുമായി സംവദിക്കാനുള്ള കഴിവുമാണ്. നിങ്ങളൊന്ന് ഖുർആനിനെ സ്വീകരിച്ചു നോക്കുക, നിങ്ങളൊന്ന് ഖുർആനിനെ നെഞ്ചിലേറ്റുക. ജീവിതത്തിൽ എന്തൊക്കെ തകർച്ചകൾ ഉണ്ടായാലും, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ആ ഖുർആനിന്റെ വചനങ്ങൾ നിങ്ങളോട് സംസാരിക്കും. ആ ഖുർആനിന്റെ വചനങ്ങൾ നിങ്ങൾക്ക് സാന്ത്വനം നൽകും. ആ ഖുർആനിന്റെ വചനങ്ങൾ നിങ്ങൾക്ക് തെറ്റിതിരുത്തി തരും. ആ ഖുർആനിന്റെ വചനങ്ങൾ നിങ്ങൾക്ക് ധൈര്യവും സ്ഥൈര്യവും ചങ്കൂറ്റവും നൽകും. ഒരു സംശയവുമില്ല കാര്യത്തിൽ. അത് തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ഹൃദയത്തോട് സംവദിക്കാനുള്ള, മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് ചലിപ്പിക്കാനുള്ള പരിശുദ്ധ ഖുർആനിന്റെ കഴിവിന്റെ ഉദാഹരണം എത്രയോ ഇനിയും കിടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ചരിത്രം എത്രയോ ഇനിയും ബാക്കി കിടക്കുന്നുണ്ട്. മദ്യനിരോധനത്തിന്റെ ഒരു ചരിത്രമുണ്ട് പരിശുദ്ധ ഇസ്ലാമിൽ. ആ ചരിത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ആദ്യമായി ഖുർആൻ പറഞ്ഞു നിങ്ങൾ കള്ളു കുടിക്കാൻ പാടില്ല എന്നല്ല. ആദ്യമായി ഖുർആൻ ആ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ. മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പറയുക നബിയെ, മദ്യം കൊണ്ട് ചില ഉപകാരങ്ങളെല്ലാം ജനങ്ങൾക്കുണ്ട്. മദ്യനിരോധനം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കൊടികുത്തുന്നവരെ കേരളക്കരയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ആ ആളുകൾക്ക് ആ മദ്യം കൊണ്ട് ഉപകാരമുണ്ട്, അവരുടെ ജീവിതം നടക്കുന്നുണ്ട്, അവരുടെ മഈശത്ത് നടക്കുന്നുണ്ട്. അത് ഖുർആൻ ആദ്യമായി സാക്ഷ്യപ്പെടുത്തുകയാണ്. ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടെന്ന കാര്യം നിഷേധിക്കുന്നില്ല, എന്നാൽ ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപദ്രവവുമുണ്ട്. എന്നിട്ട് അല്ലാഹു തിരികെ പറഞ്ഞു തരികയാണ്, വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ, വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ. കള്ളുകുടിയുടെ സർവേ നടക്കാത്തൊരു കാലഘട്ടം, എത്ര ലിറ്റർ കള്ളുകുടിച്ച് മനുഷ്യർ തീർത്തിട്ടുണ്ട് എന്ന കൃത്യമായ കണക്കറിയാത്തൊരു കാലഘട്ടത്തിലാണ് പരിശുദ്ധ ഖുർആൻ ഇത് പറയുന്നത്. അതിന്റെ ഉപദ്രവമാകട്ടെ അതിന്റെ ഉപകാരത്തെക്കാൾ വലുതാണെന്ന് ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ വരുമാനത്തിന്റെ റവന്യൂയുടെ നല്ലൊരു ഭാഗം വരുന്നത് മദ്യവിൽപ്പനയിലൂടെയാണെന്നാൽ കേരളത്തിന് ചെലവാകുന്നതിൽ, കേരളത്തിന്റെ ഫണ്ടിൽ നിന്ന്, ഖജനാവിൽ നിന്ന് ചെലവാകുന്നതിൽ ഏറ്റവും നല്ലൊരു വിഭാഗം ചെലവാകുന്നത് ഈ മദ്യം കാരണമുണ്ടാകുന്ന ദുരന്തത്തിന്റെ റീഹാബിലിറ്റേഷനിലൂടെയാണ്. ഈ മദ്യം കാരണമുണ്ടാകുന്ന ദുരന്ത നിവാരണം നടത്തുന്നതിന് വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് എത്ര സത്യമാണ്. വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ. അതിന്റെ ഉപദ്രവം അതിന്റെ ഉപകാരത്തെക്കാൾ വലുതാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ആദ്യമായി എന്തുകൊണ്ട് മദ്യം ഒഴിവാക്കണമെന്നുള്ളതിന്റെ ധാർമ്മികമായ, യുക്തിപരമായ ചിന്തയാണ് ആദ്യമായി ജനങ്ങൾക്ക് നൽകുന്നത്. രണ്ടാമത്തെ മദ്യനിരോധനത്തിന്റെ ഘട്ടം ഏതാണെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ വിളിച്ചിട്ട് പറയാണ്, ഹേ ഈമാനുള്ളവരെ, അല്ലയോ ഈമാനുള്ളവരെ, ലാ തഖറബുസ്സലാ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് അടുത്തു പോകരുത്. വഅൻതും സുകാറാ, നിങ്ങൾ മദ്യലഹരിയിലായിരിക്കെ, ഹത്താ തഅലമൂ മാ തഖൂലൂൻ, കാരണം നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ എന്താണ് ഉരുവിടുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് മദ്യലഹരിയിലായിരിക്കുന്ന അവസരത്തിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നിസ്കാരത്തിലേക്ക് അടുത്തു
പോകരുതെന്ന് അതാ പരിശുദ്ധ ഖുർആൻ അവരോട് രണ്ടാമതായി കൽപ്പിക്കുകയാണ്. മൂന്നാമതായി പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഇന്നമാ യുരീദു الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. ഇനിയും മദ്യത്തിന്റെ ചഷകം നിങ്ങൾക്ക് അനുവദനീയമല്ല. മദ്യം വലിച്ചെറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ സമുദായമേ, വിശ്വാസി സമൂഹമേ, നിങ്ങൾ മദ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. പിശാച് നിങ്ങളെ അതിലൂടെ നശിപ്പിക്കാൻ കരുതിയിരിക്കുന്നു. നിങ്ങൾക്ക് അതിലൂടെ നാശമുണ്ടാകുന്നു. മൂന്ന് വാക്കുകൾ മാത്രമാണ് ഖുർആൻ ചോദിച്ചത്. ഫഹൽ അൻതും മുൻതഹൂൻ, ഫഹൽ അൻതും മുൻതഹൂൻ. നിങ്ങൾ പിന്തിരിയാൻ തയ്യാറുണ്ടോ? നിങ്ങൾ മാറി നിൽക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹുവിന്റെ വചനങ്ങൾ ആ ജനസമുദായത്തിന്റെ ഹൃദയത്തിൽ എത്രമാത്രം സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് പിന്നീട് നടന്ന ചരിത്രം. പിന്നീട് എന്താണ് നടക്കുന്നത് പ്രിയപ്പെട്ടവരെ? മദ്യത്തിന്റെ ചഷകം ചുണ്ടിനോടടുപ്പിച്ചവരോട് ഈ ഖുർആനിന്റെ വചനങ്ങൾ കേട്ടാളുകൾ എന്ന് പറയുകയാണ്, മദ്യം നിരോധിച്ചു. ഖുർആൻ മദ്യം നിരോധിച്ചു. എന്തിന് നിരോധിച്ചു എന്ന ചോദ്യമില്ല. ഇതൊന്ന് കുടിച്ചു തീർക്കട്ടെ എന്ന അഭ്യർത്ഥനയില്ല, സമരങ്ങളില്ല, ചോദ്യം ചെയ്യലുകളില്ല. കേട്ടവർ മദ്യത്തിന്റെ ചഷകങ്ങൾ വലിച്ചെറിയുകയാണ്. ഈ മദ്യത്തിന്റെ വീപ്പക്കുറ്റികൾ വീടുകളിൽ സൂക്ഷിച്ചുകൊണ്ട് കച്ചവടം ചെയ്തിരുന്ന ആളുകൾ ഈ അധ്യായത്തിന്റെ അവതരണം അറിഞ്ഞപ്പോ വീട്ടിലേക്ക് കയറി ചെന്നുകൊണ്ട് ആ മദ്യത്തിന്റെ വീപ്പക്കുറ്റികൾ തച്ചു തകർക്കുകയാണ്. മദീനയിൽ ഒരു വീട്ടിലും അവശേഷിക്കാത്ത രീതിയിൽ ഒരു ഗ്ലാസ് മദ്യം പോലും, ഒരു കോപ്പ് മദ്യം പോലും അവശേഷിക്കാത്ത രീതിയിൽ ആ ഖുർആനായത്തിന്റെ അവതരണം തുടങ്ങി. സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുന്നേ, രാത്രിയാവുന്നതിന്റെ മുന്നേ, ആകാശം കറുക്കുന്നതിന്റെ മുന്നേ മദീനയുടെ വീടുകൾ മുഴുവൻ, മദീനയുടെ തെരുവീതികൾ മുഴുവൻ മദ്യത്തിൽ നിന്ന് മുക്തമാവുകയാണ്. മദ്യവിമുക്ത നാടായി മദീന മാറുകയാണ് മണിക്കൂറുകൾ കൊണ്ട്. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം കേവലം 1-2 ദിവസത്തേക്കുള്ള മാറ്റമല്ല. റമദാൻ മാസമായി കഴിഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള ചില ആളുകൾ സിഗരറ്റ് വലി ഒഴിവാക്കാറുണ്ട്. റമദാൻ മാസം കഴിഞ്ഞ് പെരുന്നാൾ കഴിയാൻ കാത്തു നിൽക്കലാണ്. പെരുന്നാൾ കഴിഞ്ഞാൽ ആ വൃത്തികെട്ട ശീലം അവർ വീണ്ടും തുടങ്ങും. ഇങ്ങനെ ചില നിർത്തലുകളൊക്കെ നടക്കുന്ന ആളുകളുണ്ടെന്നാൽ പരിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ വിപ്ലവം ഒരിക്കലും ആ രീതിയിലുള്ളതായിരുന്നില്ല. അവർ മദ്യത്തിന്റെ ചഷകം വലിച്ചെറിഞ്ഞു മാത്രമല്ല, വീപ്പക്കുറ്റികൾ തച്ചു തകർത്തു എന്ന് മാത്രമല്ല, മദ്യസേവയും കച്ചവടവും അവസാനിപ്പിച്ചു എന്ന് മാത്രമല്ല. പ്രിയപ്പെട്ടവരെ, ആ മദീനയിലെ മദ്യത്തിന്റെ കുറ്റികൾ തച്ചു തകർത്തപ്പോ മദീനയുടെ തെരുവീതിയിലൂടെ ഒഴുകിയ ഒരു നീർച്ചാലുണ്ടായിരുന്നു മദ്യത്തിന്റെ. ആ നീർച്ചാലുകൾ ഒഴുകിയ സ്ഥലത്ത് മുളച്ചു പൊങ്ങിയ ചെറിയ ചെടികളുണ്ടല്ലോ, ആ ചെടികൾ ഭക്ഷിച്ച ഒട്ടകത്തെ അറുത്തുകൊണ്ട് മാംസം പാകം ചെയ്ത കറി ഭർത്താവിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുമ്പോ ഭർത്താവ് ഓർക്കുകയാണ്, ഇതാ ഒട്ടകമല്ലേ, ആ ഒട്ടകം മദ്യനിരോധനത്തിന്റെ ദിവസം അതിലൂടെ കള്ളൊഴുകിയ സ്ഥലത്ത് മുളച്ചു പൊങ്ങിയ ചെടി ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചെടി, ഈ ഇറച്ചി ഭക്ഷിച്ചാൽ മദ്യത്തിന്റെ അംശം, ലഹരിയുടെ അംശം എന്റെ ജീവിതത്തിലേക്ക് വന്നു പോകുമോ, എന്റെ രക്തത്തിലേക്ക് വന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു സമുദായത്തെ ഉണ്ടാക്കിയെടുക്കാൻ, വാർത്തെടുക്കാൻ പരിശുദ്ധ ഖുർആനിന് വേണ്ടി വന്നത് 3 വാക്കുകൾ മാത്രമാണ്. എന്താണ് അതിന്റെ കാരണം? അവർ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, അറബി അറിയാം, അവർക്ക് സാഹിത്യം എന്താണെന്നറിയാം. അതുകൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവ് അവതരിപ്പിച്ച ഈ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവരുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്ക് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആ ഹൃദയത്തെ ഖുർആൻ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ആ ഖുർആനാണ് അവരെ മുന്നോട്ട് നയിച്ചിരുന്നത്. നമുക്കിന്നെന്നുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ സ്വാധീനമില്ലാത്തത്? നമുക്ക് അറബി അറിയില്ല, ഖുർആൻ എന്താണ് പറയുന്നത് നമുക്കറിയില്ല, ആ ഖുർആനിന്റെ വൈകാരികത മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എത്രയെത്ര അത്ഭുതങ്ങളിലൂടെയാണ്, എത്രയെത്ര അത്ഭുതങ്ങളുടെ കലവറയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ നിലനിൽക്കുന്ന വെല്ലുവിളി തന്നെ മതിയായതാണല്ലോ. പരിശുദ്ധ ഖുർആൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതീവ ബുദ്ധിമാന്മാരായ, അതീവ പ്രതിഭാശാലികളായ കവികൾ മുഴുവൻ വെല്ലുവിളിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, ഒരുപാട് തവണ വെല്ലുവിളിക്കുന്നുണ്ട്. ആ ഖുർആനിന്റെ വെല്ലുവിളി എന്ന് പറയുന്നത് ഓരോ തവണയും വെല്ലുവിളിക്കുമ്പോ ആ ഖുർആനിന്റെ ശത്രുക്കളെ യഥാർത്ഥത്തിൽ അത് ഇകഴ്ത്തുകയായിരുന്നു, നിന്ദിക്കുകയായിരുന്നു.
അള്ളാഹുവിന്റെ മഹത്തായ കഴിവിന്റെ മുന്നിൽ ഈ പറയുന്ന മനുഷ്യ മസ്തിഷ്കം സൃഷ്ടിച്ചുവിടുന്ന സാഹിത്യം എത്രമാത്രം ബാലിശമാണ്, ദുർബലമാണ് എന്ന് ആവർത്തിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ് പരിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളികൾ. സൂറത്തുൽ ഇസ്രായിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ നബിയെ പറയുക. സൂറത്തുൽ ഇസ്രായിന്റെ 88-ാമത്തെ ആയത്താണ്. ഖുൽ നബിയെ പറയുക, ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി. സുബ്ഹാനല്ലാഹ്. മനുഷ്യനും ജിന്നും മുഴുവനും ഒരുമിച്ച് കൂടിയാലും, ലോകത്തുള്ള സകല മനുഷ്യരും ഒരുമിച്ച് കൂടി, എന്നിട്ട് നാട് മുഴുവൻ പല ഗവേഷണ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി, എന്നിട്ട് കുത്തിയിരുന്ന് പരിശ്രമിക്കാണ് എന്തിനു വേണ്ടി? ഈ പരിശുദ്ധ ഖുർആന് സമാനമായ മറ്റൊന്ന് കൊണ്ടുവരാൻ. അല്ലാഹു പറയുന്നതറിയോ, ലാ യഅതൂന ബിമിസ്ലി, അതുപോലെ ഒന്ന് കൊണ്ടുവരാൻ അവരെ കൊണ്ട് പറ്റൂലട്ടോ. വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറ, അവര് പരസ്പരം സഹായ സഹകരണങ്ങൾ നടത്തിയാലും ശരി, ഈ പരിശുദ്ധ ഖുർആന് സമാനമായ ഒന്ന് കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുറിച്ചിടാണ്. ഇവിടം കൊണ്ട് തീരുന്നില്ല വെല്ലുവിളി. ഈ ഒരൊറ്റ വെല്ലുവിളി കൊണ്ട് ആ കാലഘട്ടത്തിലുള്ള ഖുർആനിന്റെ ശത്രുക്കൾ മുഴുവൻ നാണം കെട്ടു, ആകെ പരാജയപ്പെട്ടു, അവരുടെ അഭിമാനം നഷ്ടപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ അവിടെയും വിടാൻ തീരുമാനിച്ചില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിന്റെ 13-ാമത്തെ ആയത്തിൽ അല്ലാഹു വീണ്ടും പറയുന്നു, അം യഖൂലൂന ഇഫ്തറാ, ഇത് കള്ളമാണെന്നാണോ അവർ പറയുന്നത്? ഇത് കെട്ടിച്ചമച്ചതാണെന്നാണോ അവർ പറയുന്നത്? ഖുൽ ഫഅ്തു ബിഅശ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത്ത്, എങ്കിൽ ഇതുപോലെയുള്ള 10 അധ്യായം കെട്ടിച്ചമച്ചിട്ട് കൊണ്ടുവരാൻ അവരൊന്ന് ശ്രമിക്കട്ടെ. വദ്ഉ മൻ ഇസ്തതഅതും മിൻ ദൂനില്ലാഹ് ഇൻ കുൻതും സാദിഖീൻ. അല്ലാഹുവിന് പുറമെ അവർക്ക് ആരെയൊക്കെ സഹായത്തിന് വിളിക്കാൻ പറ്റോ അവരെയൊക്കെ സഹായത്തിന് വിളിച്ചോട്ടെ എന്നും പറയാൻ. 10 അധ്യായം ഖുർആൻ പോലുള്ള മുഴുവനൊന്നും കൊണ്ടുവരേണ്ട. 10 അധ്യായം നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലുള്ള 10 അധ്യായങ്ങൾ ഓതാൻ എത്ര സമയമാണ് വേണ്ടത്? സൂറത്തുൽ നാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ ഇഖ്ലാസും മസദും നസ്റും അതുപോലെ തന്നെ കാഫിറും കൗസറും അടങ്ങുന്ന അവിടെ നിന്ന് അങ്ങോട്ടുള്ള 10 അധ്യായങ്ങൾ ഓതി തീർക്കാൻ കൂടിപ്പോയാൽ ഒരു 10 മിനിറ്റ് വേണ്ടി വരും. ആ 10 മിനിറ്റ് കൊണ്ട് ഓതി തീർക്കാൻ കഴിയുന്ന ചെറിയ അധ്യായങ്ങൾക്ക് സമാനമായ 10 അധ്യായമെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സഹായികളെ മുഴുവനും വിളിച്ചിട്ട് നിങ്ങളതൊന്ന് സാധിക്കുക, എന്നിട്ടൊന്ന് കൊണ്ടുവന്നതാ. അവിടെയും പരാജയപ്പെട്ടു പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളിക്ക് മുന്നിൽ പരാജയത്തിന്റെ മുകളിൽ പരാജയമാണ്. എന്നിട്ട് അവസാനം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 23-ാമത്തെ ആയത്തിൽ വെല്ലുവിളി അവസാനിപ്പിക്കാൻ എങ്ങനെയാണ് അല്ലാഹു അവസാനിപ്പിക്കുന്നത്? വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. 10 വേണ്ട, 10 നിങ്ങൾ എഴുതണ്ട. ഖുർആൻ പോലെയുള്ള ഒന്ന് മുഴുവൻ നിങ്ങൾ എഴുതണ്ട. ഒരൊറ്റൊന്ന് ഈ പരിശുദ്ധ ഖുർആൻ പറയുന്നതിന് സമാനമായ, ഖുർആൻ മുന്നോട്ട് വെക്കുന്നതിന് സമാനമായ ഒരൊറ്റൊരധ്യായം നിങ്ങളെ കൊണ്ട് രചിക്കാൻ പറ്റുമോ? ഏതാണ് ഇപ്പോൾ ഖുർആൻ ഏറ്റവും ചെറിയ അധ്യായം? ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. 5 സെക്കൻഡ് കൊണ്ട് ഓതി തീർക്കാൻ കഴിയുന്ന, 10 സെക്കൻഡ് കൊണ്ട് ഓതി തീർക്കാൻ കഴിയുന്ന, ഒരൊറ്റ വരിയിൽ ഒതുക്കാൻ കഴിയുന്ന 3 കുഞ്ഞായത്തുകളുള്ള ഈ ഒരു അധ്യായത്തിന് സമാനമായ ഒന്ന് കൊണ്ടുവരാൻ പരിശുദ്ധ ഖുർആനിന്റെ ശത്രുക്കളെ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് 1.5 സഹസ്രാബ്ദത്തിനപ്പുറത്ത് 140 പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഖുർആൻ നടത്തിയ വെല്ലുവിളിയാണ്. എന്നിട്ട് ആ വെല്ലുവിളി അവസാനിപ്പിച്ചിട്ടില്ല. അല്ലാഹു പറയുന്നതറിയോ, ഫഇല്ലം തഫഅലൂ, നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, വലൻ തഫഅലൂ, നിങ്ങൾക്കതിന് ചെയ്യാനും കഴിയുകയില്ല. അല്ലാഹു പറയാണ്, ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കാരണം അറേബ്യൻ സാഹിത്യത്തിലെ ഏറ്റവും വലിയ വിശാരദന്മാർ, ബുദ്ധിരാക്ഷസന്മാർ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വലൻ തഫഅലൂ, പിന്നീട് ഒരിക്കലും നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുകയില്ല കേട്ടോ. കാരണം പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ 2024 നമ്മൾ എത്തി നിൽക്കുമ്പോഴും ഈ പറയുന്ന സലഫിയ കോളേജിൽ പഠിക്കുന്ന അറബി കോളേജ് വിദ്യാർത്ഥികളോടക്കം നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. അവര് P1-ലാകട്ടെ P2-ലാകട്ടെ അഫ്ദലുൽ ഉലമ കോഴ്സുകളിലാകട്ടെ അവരുടെ ഫുസ്ഹ നന്നാക്കാൻ, അവരുടെ സാഹിത്യം നന്നാക്കാൻ
മനസ്സിലാക്കാൻ ഏത് കാലഘട്ടത്തിലുള്ള രചനകളാണ് അവർ അവലംബിക്കുന്നത്, ഏത് കാലഘട്ടത്തിലുള്ള സാഹിത്യങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. ഇംറുൽ ഖൈസ് രചിച്ച കവിതകളാണ്, ആ കാലഘട്ടത്തിലുള്ള കവിതകളാണ്. ആ കാലഘട്ടത്തിലുള്ള സാഹിത്യ സാമ്രാട്ടുകളെ വെല്ലാൻ മാത്രമുള്ള സാഹിത്യകാരന്മാർ അറബി ഭാഷയിൽ പിന്നീട് വന്നിട്ടില്ല, വരികയുമില്ല. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഫഇല്ലം തഫഅലൂ. അറബി സാഹിത്യത്തിലെ തുല്യം വെക്കാനില്ലാത്ത സാമ്രാട്ടുകൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ പരിശുദ്ധ ഖുർആന് സമാനമായ ഒരു അധ്യായം രചിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ഇതിന് സമാനമായ ഒന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമല്ല. വെല്ലുവിളി അവസാനിപ്പിക്കുകയാണ്, വെല്ലുവിളി സീൽ വെക്കുകയാണ്. ആ സീൽ വെച്ചടച്ച് പൂട്ടിട്ട വെല്ലുവിളി ഇന്ന് വരെ തച്ച് തകർത്ത് തുറന്ന് അള്ളാഹുവിന്റെ കലാമിന് പകരം മറ്റൊന്ന് കൊണ്ടുവരാൻ ഇത്രയേറെ ബില്യൺ കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചിട്ടും സാധിച്ചിട്ടില്ല എന്നതാണ് പ്രിയപ്പെട്ടവരെ. ഖുർആനിക വിമർശനത്തിന്റെ 10,000 സൈറ്റുകൾ ഇന്റർനെറ്റിൽ സുലഭമാണ്. നിങ്ങൾ ഇന്നും എടുത്ത് വായിക്കുക. നാളെ നിങ്ങൾ ആ സൈറ്റുകൾ തുറക്കുമ്പോൾ ആ വിമർശനങ്ങൾ മുഴുവനും അവർ മാറ്റിയിട്ടുണ്ടാവും. കാരണം ആ പറയുന്ന വിമർശനങ്ങളിൽ അവർക്ക് തന്നെ ഉറപ്പില്ല, ആ മറുപടിയെല്ലാം അവർക്ക് കിട്ടിക്കഴിഞ്ഞതാണ്. ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോൾ ഇത് കിട്ടിപ്പോയല്ലോ, വലിയൊരു സംഗതിയാണല്ലോ എന്ന് എഴുതും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും ഇത് ഞങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യമില്ല, ഉള്ളിന്റെ തോലൊലിച്ചോളയെന്ന് അവർക്ക് തന്നെ മനസ്സിലാവും. എന്നിട്ട് അവർ ആ വിമർശനം മാറ്റും. കാലങ്ങളായി ഒരു പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാമാണ് ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചത്, നാം തന്നെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധ ഖുർആൻ മുത്തുകളും പവിഴങ്ങളും വൈഡൂര്യങ്ങളും മാണിക്യങ്ങളും ഒളിഞ്ഞു നിൽക്കുന്ന മഹാ അറിവിന്റെ സാഗരമായ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിലുണ്ട്. അത് പഠിക്കാനുള്ള അവസരം നമ്മുടെ മുന്നിലുണ്ട്, അത് മനഃപ്പാഠമാക്കാനുള്ള അവസരം നമ്മുടെ മുന്നിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക എന്നത് പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. ഒന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മാശറയിൽ ഒരാൾക്കും ഒരാളെയും ഒരു തരത്തിലും സഹായിക്കാനോ ഉപകാരം ചെയ്യാനോ കഴിയുകയില്ല. ഒരാൾക്കും മറ്റൊരാൾക്ക് ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ആ ദിവസം പ്രിയപ്പെട്ടവരെ രണ്ട് സംഗതികൾ അതിന്റെ അഹ്ലുകാർക്ക് വേണ്ടി, അതിന്റെ സ്വാഹിബുകൾക്ക് വേണ്ടി റബ്ബിനോട് വാദിക്കുമെന്ന്, അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുമെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്ന് പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിനെ നെഞ്ചോട് ചേർത്തിയവർക്ക് വേണ്ടി, ആ ഖുർആനിനെ ജീവിതത്തിന്റെ ഡിക്റ്റമായി കൊണ്ടു നടന്നവർക്ക് വേണ്ടി ഹശ്റിന്റെ മൈതാനിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ പരിശുദ്ധ ഖുർആൻ വാദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഖുർആനുമായി അഭേദ്യമായ ബന്ധം നിലനിൽക്കുന്ന മനുഷ്യർ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ, നമ്മൾ മരിച്ചു കഴിഞ്ഞ് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഈ ലോകം ഏത് വിധത്തിലാണ് ഉണ്ടാവുക? വെളുവെളുത്ത മണൽപ്പരപ്പ് മാത്രം. നമ്മൾ മരിക്കുമ്പോൾ കണ്ട ബിൽഡിങ്ങുകളോ കെട്ടിടങ്ങളോ കെട്ടിട സമുച്ചയങ്ങളോ പർവ്വതങ്ങളോ കാടുകളോ ആറുകളോ അരുവികളോ പുഴകളോ കടലുകളോ ഒന്നും ഉണ്ടാവില്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെയുള്ള മനുഷ്യകുലത്തെ മുഴുവൻ നിരത്തി നിർത്താൻ പാകത്തിൽ ഈ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ടാവും. അവിടെ വെളുവെളുത്ത മണൽപ്പരപ്പ് കണ്ണെത്താ ദൂരത്തോളം നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അപരിചിതമായ, അജ്ഞാതമായ, പേടിപ്പെടുത്തുന്ന ഭീകരമായ ഒരു ലോകം. ആ ലോകത്തിലേക്ക് ഉയർത്തെഴുന്നേൽറ്റുകൊണ്ട് നമ്മൾ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ അഹ്ലുകാരാണ് നമ്മളെങ്കിൽ, ഖുർആനിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് നമ്മളെങ്കിൽ, ഖുർആനിന് വേണ്ടി വിയർപ്പൊഴുക്കിയവരാണ് നമ്മളെങ്കിൽ, പരിശുദ്ധ ഖുർആനിനെ അതിന്റെ യഥാർത്ഥ രീതിയിൽ സമൂഹത്തിന് നൽകാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം സ്ഥാപനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണ് നമ്മളെങ്കിൽ, നമ്മുടെ ഖബറിന്റെ പുറത്ത് മനുഷ്യരൂപത്തിൽ ഖുർആൻ വന്ന് നിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ മനുഷ്യൻ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവന് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കും പരിശുദ്ധ ഖുർആൻ. എല്ലാ കച്ചവടക്കാരും അവരുടെ കച്ചവടത്തിൽ ലാഭം കൊയ്യുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ കച്ചവടത്തിന്റെ ലാഭത്തിന്റെ ദിവസം ഇന്നാണ് എന്ന് പറഞ്ഞ് അവന്റെ വലത് കൈയിലേക്ക് ഖുൽദും ഇടത് കൈയിലേക്ക് മുൽക്കും കൊടുക്കുമെന്നാണ്. വലത് കൈയിലേക്ക് അനശ്വരതയാണ് കൊടുക്കുക, ഇടത് കൈയിലേക്ക് മുൽക്കാണ് കൊടുക്കുക. എന്താണ് അനശ്വരത പ്രിയപ്പെട്ടവരെ? ചൂടത്താണ് നമ്മൾ ജീവിക്കുന്നത്. 2 ദിവസം കുളിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് മൂക്ക് പിടിക്കാതെ വരാൻ ഒരാൾക്ക് സാധ്യമല്ല. രാവിലെ ഉറക്കിൽ എഴുന്നേറ്റ് പല്ല് തേക്കാൻ മറന്നിട്ട്
നിന്നിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നതെങ്കിൽ നമ്മുടെ നിന്ന് 7 അടി വിട്ടിട്ടല്ലാതെ ആളുകൾക്ക് സംസാരിക്കാൻ കഴിയില്ല. എത്ര സുന്ദരനാണെങ്കിലും സുന്ദരിയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ നിന്ന് വമിക്കുന്നത് ദുർഗന്ധം മാത്രമാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മാസങ്ങൾക്കുള്ളിൽ അസ്ഥിപഞ്ജരത്തിന് ചുറ്റിലും കാണപ്പെടുന്ന സ്രവങ്ങൾ മാത്രമായി നമ്മൾ മാറും. നശ്വരമാണ് ഈ ശരീരം. അള്ള തന്ന സൗന്ദര്യമാകട്ടെ, ആരോഗ്യമാകട്ടെ, സമ്പത്താകട്ടെ, എല്ലാം നശ്വരമാണ്. ഇതിനൊന്നും ഗ്യാരണ്ടി തന്നിട്ടില്ല. എന്നാൽ ഹശ്റിന്റെ മൈതാനിയിൽ എഴുന്നേൽക്കുന്ന ഖുർആനിന്റെ സ്വാഹിബിന്, ഖുർആനിന്റെ അഹ്ലുകാർക്ക് ആദ്യമായി വലത് കൈയിലേക്ക് പടച്ച റബ്ബ് ഖുർആനിലൂടെ നൽകുന്നത് ഖുൽദാണ്, അനശ്വരതയാണ്. ദുർഗന്ധമില്ലാത്ത, അവശതകളില്ലാത്ത, നശിച്ചു പോകാത്തൊരു ജീവിതത്തിലേക്കുള്ള താക്കോലാണ് ആദ്യമായി അവരുടെ കയ്യിലേക്ക് കൊടുക്കുക. രണ്ടാമതായി വഇദാ റഅയ്ത ثم رأيت نعيما وملكا كبيرا, കണ്ടെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന, നമുക്ക് ഭാവിക്കാൻ പോലും കഴിയാത്ത, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്ത അത്രയും വലിയ രാജാധികാരങ്ങളുടെ, സാമ്രാജ്യങ്ങളുടെ കിരീടവും ചെങ്കോലുമാണ് ഇടത് കൈയിലേക്ക് അവരുടെ കയ്യിലേക്ക് കൊടുക്കുക. ഇതേ സമയം പ്രിയപ്പെട്ടവരെ, യൂസുഫ് അലി സലാഹി പറഞ്ഞതുപോലെ മാശറയിലെ മറ്റേതോ ഒരു സ്ഥലത്ത് ഈ പറയുന്ന മനുഷ്യന്റെ ഉമ്മക്കും വാപ്പക്കും ഉടയാടകൾ നൽകുമെന്നാണ്, പ്രകാശിക്കുന്ന ഉടയാടകളും കിരീടങ്ങളും നൽകുമെന്നാണ്. അവർ അത്ഭുതത്തോടെ ചോദിക്കും, ഈ കാണുന്ന മനുഷ്യർ മുഴുവൻ നൂൽബന്ധമില്ലാതെ നഗ്നരായി കിടക്കുമ്പോ ഞങ്ങൾക്ക് മാത്രം എന്തിനാണ് ഈ ബഹുമതി എന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരവരോട് പറയപ്പെടും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചിരുന്നു, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് അവരുടെ പഠനത്തിൽ പരിശുദ്ധ ഖുർആന് പ്രാധാന്യം നൽകിയിരുന്നു എന്ന് ഹശ്റിന്റെ മൈതാനിയിൽ വെച്ച് പറയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാടും നാട്ടാരും മുഴുവൻ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പ്രമത്തതയിൽ അലഞ്ഞു തിരിയുമ്പോ, ഏറ്റവും നല്ല സ്കൂൾ ഏതാണെന്ന് അന്വേഷിച്ച് നാടുകളെ തെണ്ടിത്തിരിയുമ്പോ, എന്റെ മകൾക്ക് പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കാനുള്ള അവസരം നൽകുന്ന സ്ഥാപനങ്ങളെ അന്വേഷിച്ചുകൊണ്ട് നടന്ന രക്ഷിതാക്കളുണ്ടല്ലോ, ആ രക്ഷിതാക്കൾക്ക് ലോകത്തിന്റെ രക്ഷിതാവ് നൽകുന്ന, ലോകത്തിന്റെ നാഥൻ നൽകുന്ന ബഹുമതിയുടെ ഒന്നാമത്തെ ഘട്ടമാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഈ ഉടയാടകളും കിരീടങ്ങളും എന്ന് പറയുന്നത്. എന്നിട്ട് ഈ മനുഷ്യരോട്, ഖുർആനിന്റെ സ്വാഹിബിനോട് പറയുമെന്നാണ്, നീ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യുക. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ തൊട്ട് പാരായണം തുടങ്ങി ഓരോ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോഴും അറ്റമില്ലാത്ത, മറ്റൊരാൾക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ദറജയുടെ ഉന്നത സോപാനങ്ങളിലേക്ക് ഈ മനുഷ്യൻ കയറി പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിനാകട്ടെ നമ്മുടെ ജീവിതത്തിൽ പ്രാമുഖ്യവും പ്രാധാന്യവും നൽകുന്നത് ഹശ്റിന്റെ മൈതാനിയിൽ വെച്ച് ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന് പ്രവാചകൻ പറയുമ്പോൾ, എൻ്റെ റബ്ബേ, എൻ്റെ ഈ സമുദായം ഖുർആനിനെ സെക്കൻഡറി ആയിട്ട് കണ്ടു, ഖുർആനിനെ പ്രഥമാവസ്ഥയിൽ നിന്ന് തള്ളി രണ്ടാം കിടയായിട്ട് കണ്ടു. ആഴ്ചയിൽ ഒരു ദിവസം മദ്രസയിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന കേവല വചനങ്ങൾ മാത്രമായി പരിശുദ്ധ ഖുർആനെ കണ്ടു. അവഗണിക്കപ്പെടുന്ന, തള്ളപ്പെടുന്ന വചനങ്ങളായി അതിനെ കണ്ടു എന്ന് പറഞ്ഞ് കൈനീട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ വിരൽ തലപ്പ് ചൂണ്ടപ്പെടുന്ന ആ മേഖലകളിൽ നമ്മൾ ഉണ്ടാവരുത്, നമ്മുടെ ഭാര്യമാരുണ്ടാവരുത്, നമ്മുടെ മക്കളുണ്ടാവരുത്, നമ്മുടെ കുടുംബാംഗങ്ങൾ ഉണ്ടാവരുത്, നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കൾ ഉണ്ടാവരുത് എന്ന ഉറച്ച തീരുമാനത്തോടെയാവണം ഈ സദസ്സ് വിട്ട് നിങ്ങൾ പിരിഞ്ഞു പോകുന്നത്. ഖുർആനിനെ നെഞ്ചോട് ചേർക്കുക, അവഗണിക്കാതിരിക്കുക, പരിഗണിക്കുക. അതിൻ്റെ വചനങ്ങൾ നമ്മെ കരയിപ്പിക്കട്ടെ, അതിലെ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അടിമുടി മാറ്റിമറിക്കട്ടെ. അതിലെ വചനങ്ങൾ ഏറ്റവും നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള ചാലകശക്തിയായി, പ്രചോദനമായി നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ വസന്തമായി പരിശുദ്ധ ഖുർആനിനെ നീ നിർണയിക്കണേ റബ്ബേ. സമാധാനവും ശാന്തിയും നേടിയെടുക്കുന്നത് നിന്റെ ഖുർആനിന്റെ വചനങ്ങളിലൂടെയുള്ള സഞ്ചാരത്തിലൂടെ മാത്രമായിരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ജീവിതത്തിന്റെ യഥാർത്ഥ ഡിക്റ്റമായി, ജീവിതത്തിന്റെ യഥാർത്ഥ വഴികാട്ടിയായി പരിശുദ്ധ ഖുർആനിനെ ഞങ്ങൾക്ക് നീ സംവിധാനിച്ചു തരണേ അല്ലാ. അത് പഠിക്കാനുള്ളൊരവസരം പോലും പാഴാക്കാതെ കൃത്യമായി ഖുർആൻ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين وآخر دعوانا أن الحمد لله رب العالمين.
വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.